നിലവിൽ BJPക്ക് നല്ലൊരു വെല്ലുവിളി UDF ഉയർത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ BJPക്ക് ഭൂരിപക്ഷം നേടാൻ സാധിച്ചില്ലെങ്കിൽ പോലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഒരു 8-9 വാർഡുകളിൽ വലിയ വിജയമാണ് BJP നേടിയിരിക്കുന്നത്. തിരുവനന്തപുരം നഗര ഹൃദയം എന്ന് പറയുന്ന പ്രദേശങ്ങളിലൊക്കെ നിർണായക സ്വാധീനം BJPക്ക് ഉണ്ട്. എന്നാൽ തീരദേശ മേഖലയിൽ പരമ്പരാഗതമായി BJPക്ക് വലിയ സ്വാധീനമില്ല. കാരണം ഈ വലിയ തുറ, പൂന്തുറ, വിഴിഞ്ഞം, ഈ ബെൽറ്റ് ഒരു ക്രിസ്ത്യൻ ലത്തീൻ കത്തോലിക്ക പോപ്പുലേഷൻ വളരെ നിർണായകമായിട്ടുള്ള സ്ഥലമാണ്. അതുകൂടാതെ വള്ളക്കടവ് ഉൾപ്പെടെയുള്ള മുസ്ലിം ബെൽറ്റും ഇതിനിടയിലുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ തീരമേഖലയിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ BJPക്ക് അത്യാവശ്യം വോട്ട് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. പഴയ പോലെയല്ല, എല്ലായിടത്തും അവർക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. ഒരുപാട് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെയൊക്കെ രംഗത്തിറക്കിയിരുന്നു. പലരും ഒരു 200-300 വോട്ടൊക്കെ ഓരോ വാർഡിലും നേടിയിട്ടുണ്ട്. അതിൽ കൂടുതൽ നേടിയ ചില സംഭവങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് വിഴിഞ്ഞം ഉപതെരഞ്ഞെടുപ്പിലെ BJPയുടെ ഒരു മുന്നേറ്റം അത് സൂചിപ്പിക്കുന്നത് BJPക്ക് തീരമേഖലയിൽ നല്ല സ്വാധീനമുണ്ട് എന്ന് തന്നെയാണ്. പഴയ BJP അല്ല ഇപ്പോൾ. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ തീരമേഖലയിൽ വലിയൊരു സ്വാധീനമുണ്ടാക്കാൻ BJPക്ക് സാധിച്ചിരുന്നു. ശശി തരൂർ കഷ്ടിച്ചാണ് ജയിച്ചത്. തിരുവനന്തപുരം സെൻട്രലിലാണെങ്കിൽ 4000 വോട്ടിൻ്റെ 4000-ലധികം വരുന്നൊരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ശശി തരൂർ ലീഡ് നേടിയത്. രാജീവ് ചന്ദ്രശേഖരൻ ഏതാണ്ട് 43,000-ലധികം വോട്ട് നേടാൻ ഈ തിരുവനന്തപുരം സെൻട്രലിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിരുന്നു. അപ്പോൾ BJPക്ക് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 35,000-അടുത്ത് വോട്ടാണ് ലഭിച്ചത്. 2016 ശ്രീശാന്ത്, സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയായ ശ്രീശാന്ത് നിന്നപ്പോൾ 34,000 ചില്ലാൻ വോട്ടുകളാണ് ലഭിച്ചത്. അതിനുശേഷം 2021 G. കൃഷ്ണകുമാർ, നടൻ കൃഷ്ണകുമാർ മത്സരിച്ചപ്പോഴും ഏതാണ്ട് 35,000-ന് തൊട്ടടുത്തുള്ള ഒരു വോട്ടാണ് BJPക്ക് ലഭിച്ചത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു 10,000 വോട്ടിൽ കൂടുതൽ BJPക്ക് പിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ, കരമന ജയന് പിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു അട്ടിമറി വിജയം നേടാൻ പാർട്ടിക്ക് സാധിക്കും.